ആഫ്രിക്കൻ മല്ലിയുടെ പൂങ്കുല വളരാൻ അനുവദിച്ചാൽ മറ്റ് ഇലകളുടെ വളർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പൂങ്കുല മുറിച്ച് കളഞ്ഞതിൻ്റെ കുറ്റിയാണ് കാണുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സൈഡിലൊരു വേറെ തളിരുണ്ടായി. ഇത് തൊട്ടടുത്തുള്ള 2 ചെടികളാണ്. ഇതിലൊരു പൂങ്കുലയുണ്ട്, ഇതിലൊരു വലിയ പൂങ്കുലയാണ്. അത് ഒരുപാട് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല കേട്ടോ. ശരിക്കും ആഫ്രിക്കൻ മല്ലിക്ക് ഈ പൂങ്കുല അങ്ങ് എന്താ പറയുക വികസിച്ച് ഒരു 10-15 ശിഖരങ്ങളൊക്കെ മിനിമം ഉണ്ടാവും, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഇത് ആ നേരത്തെ കാണിച്ച് തന്നെ ആ പുതിയ തളിര് നന്നായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു സംശയമുള്ളത് ചിലപ്പോൾ ഒക്കെ ഈ വരുന്ന തളിര് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും ഒരു പൂങ്കുലയായി മാറുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എന്താ ഉണ്ടാവണമെന്നുള്ളത് കാത്തിരിക്കുക. ഇത്തവണ കണ്ടിട്ട ഇലകളാണ് വന്നിരിക്കുന്നത്, വലിയ ഇലകളാണ്, ഉപയോഗിക്കാൻ പറ്റിയ ഇലകളാണ്. ഈ ഇലകളൊക്കെ നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാം. സാധാരണ മല്ലിയെക്കാട്ടും നല്ല ഉഗ്രൻ ടേസ്റ്റും മണമാണ്. കുറച്ച് ഒരു ഇല ഇട്ടാൽ തന്നെ ധാരാളമാണ്. മാത്രമല്ല ഈ ഇലയൊന്നും നമ്മൾ വിരലുകൊണ്ട് ഞൊടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തു കൂടെ പോകുമ്പോൾ തന്നെ നല്ല മണം വരും. അതാണ് ആഫ്രിക്കൻ മല്ലിയുടെ പ്രത്യേകത. ഇതിന് വേറെ പേരുകളുണ്ട്. ഈ മുള്ളു പോലെ കാണുന്നതുകൊണ്ട് സോട്ട് ടൂത്ത്, വാളിൻ്റെ പല്ല്, സോട്ട് ടൂത്ത് കൊറിയാണ്ടർ എന്ന് പറയും. പിന്നെ മെക്സിക്കൻ കൊറിയാണ്ടർ എന്ന് പറയും. അങ്ങനെ പല പേരുകളും ഉണ്ട്.